പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3,60,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്. റായ്ബറയിൽ അദ്ദേഹം 3,80,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വയനാടിന്റെ പ്രതിനിധിയായി തുടരണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി റായ്ബറ കോളനി നിലനിർത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം വന്നപ്പോൾ അത് ശിരസാവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്വന്തം സഹോദരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും പൈതൃകമുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പൈതൃകമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാനായി തീരുമാനിച്ചു. അങ്ങനെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി, എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി വെച്ചു നോക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ്. തന്റെ സഹോദരൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ ബ്ലോക്കിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ്, അദ്ദേഹത്തോടൊപ്പം മറ്റു നമ്മുടെ നേതാക്കന്മാർ എല്ലാവരുടെ മുമ്പിൽ ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ നേതാക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ആദരവുള്ള സ്വാഗതം ഐക്യജനാധിപത്യ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോടൊപ്പം ഐക്യജനാധിപത്യ ഇന്ത്യയിലെ നിരോധമാണിയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരികയാണ്. ആയിരക്കണക്കിന് തൊഴിലാളിരക്കണക്കിന് യുവതിയും പ്രവർത്തകന്മാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും സേനാബലങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഇതാ ഈ മണ്ണിനെ കർഷകർക്ക്
ഗാന്ധി സ്വന്തം സഹോദരനായ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇതാ ഈ വേദിയിൽ കടന്നുവരുന്നത്. യുവമാണിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ അകമ്പടിയോടുകൂടി ജീവന്റെ യുവമാനിന്റെ അകമ്പടിയോടുകൂടി ഇതാ നമ്മൾ കരുതയ അതേ നിലവാരത്തിന്റെ കാവൽക്കാരി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി തിരുവമ്പാടിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരി, ഈ രാജ്യത്തിലെ മതേതരത്വത്തിന്റെ കാവൽക്കാരി ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ സർവകാലക്കാലം പ്രഖ്യാപിച്ചുകൊണ്ട് വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തം സഹോദരനായ രാഹുൽ ഗാന്ധിയെ കരുത്ത് വെട്ടിക്കൊണ്ട് ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന് തിരുവമ്പാടിയുടെ ജനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശ്രമ സമൂഹത്തിൽ ഇതാ സ്വന്തം സഹോദരനായ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിലെ വിഭാഗമായ ദേശീയ വേണുഗോപാലിനോടൊപ്പം ഇതാ പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് പ്രിയങ്കാ ഗാന്ധി ഇതാ കടന്നു വരികയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ശ്രീ കെ.സി. വേണുഗോപാലിനോടൊപ്പം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനോടൊപ്പം ഇതാ ഈ തിരുവമ്പാടിയുടെ മണ്ണിനെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ ഈ വേദിയെ കടന്നു വരികയാണ്. പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ശ്രീ കെ.സി. വേണുഗോപാലിനോടൊപ്പം പ്രിയപ്പെട്ടവരെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനോടൊപ്പം ഈ മണ്ണിനെ ആവേശത്തിരകളിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രിയത്രി മതേതരത്വത്തിന്റെ കാവൽക്കാരി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. തിരുവമ്പാടിയുടെ മണ്ണിനെ സാക്ഷ്യമാക്കിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാ ഗാന്ധിക്ക് മുഖ്യമന്ത്രി പ്രിയങ്കാ ഗാന്ധിക്ക് സർവകാല ഭൂരിപക്ഷം നൽകുമെന്ന് മതേതര വിശ്വാസികൾ ഇതാ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്കാ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്കാ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്കാ ഗാന്ധി സിന്ധി, പ്രിയങ്കാ ഗാന്ധി പ്രവർത്തി, പ്രിയങ്കാ ഗാന്ധി symbol of secularism and he is the face of that. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സമാപനം കുറിക്കുന്ന അത്യുജ്വല പ്രകടനമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം 2019 വയനാട്ടിലേക്ക് വന്നു കണ്ടു കീഴടക്കി എന്ന രീതിയിൽ വയനാടിന്റെ മനസ്സ് കവർന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന അവസരമാണ്. വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും സ്ഥാനമുള്ള നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തിയപ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വയനാടിൻ്റെ പ്രിയദർശിനി പ്രിയങ്കാ ഗാന്ധിയായി ഇവിടെ മത്സരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ വയനാട്ടിൽ ജനങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്കാ ഗാന്ധി ജയിക്കാൻ പോവുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരിക്കും പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം എന്നുറപ്പിക്കാവുന്ന ഉജ്ജ്വലമായ പരിപാടികളാണ് കഴിഞ്ഞ 10 ദിവസം നടത്തിയത്. ഈ പോരാട്ടത്തിൽ നമ്മളോടൊപ്പം എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും UDF അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളോട് ആദ്യം സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ചു മലയാളം അറിയാം. No more than this. ഇതിൽ കൂടുതൽ എനിക്കറിയില്ല. More I will come back and learn after the election. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് കൂടുതൽ മലയാളം പഠിക്കാം. I just want to say today is the last day of the campaign. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസമാണ്. I have been campaigning for elections for 35 years. 35 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇലക്ഷൻ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And like him, I will not bow, I will not bend,
I will not compromise with our ideals, with the ideals of the Constitution and this country. അദ്ദേഹത്തെ പോലെ ഞാൻ ഒരിക്കലും ആരുടെ മുൻപിൽ മുട്ടുമടക്കില്ല, ഞാൻ ഒരിക്കലും കുനിഞ്ഞു കൊടുക്കില്ല. ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. Now I learned one more line in Malayalam. ഞാനിപ്പോ മലയാളത്തിൽ ഒരു വരി കൂടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ വേഗം തിരിച്ചു വരും. So I will come back soon and meet you and I ask my brother to address you. അപ്പൊ ഞാൻ വേഗം തിരിച്ചു വന്ന് നിങ്ങളെ കാണാം. ഇപ്പൊ ഞാൻ എന്റെ സഹോദരനോട് നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. Thank you നന്ദി. to my sister എന്റെ and to all of you. എന്റെ സഹോദരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. For me, my 5 years in Wayanad completely changed the way I think about my politics and my work. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വയനാട്ടിലുള്ള 5 വർഷങ്ങൾ ഞാൻ എങ്ങനെയാണോ രാഷ്ട്രീയത്തെ കാണുന്നത് അതിനെ പൂർണ്ണമായി മാറ്റിമറിച്ച ഒന്നാണ്. Because when I came here, I found that I had a completely different type of relationship with the people of Wayanad. വയനാട്ടിൽ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ജനങ്ങളോട് വളരെ വ്യത്യസ്തമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. Normally, as politicians, we have a political relationship. സാധാരണ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ജനങ്ങളോട് ഒരു രാഷ്ട്രീയമായ ബന്ധമാണ് നമുക്കുള്ളത്. It's like a transactional relationship. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു തരം ബന്ധം പോലെയുള്ള ഒരു ബന്ധമാണ് സാധാരണ ഉള്ളത്. You have to do this for us, we will do this for you. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും, അങ്ങനെ ഒരു ബന്ധമാണ് സാധാരണ ഉള്ളത്. But in Wayanad, that was not the type of relationship. പക്ഷേ വയനാട്ടിൽ അത്തരം ഒരു ബന്ധമല്ല ജനങ്ങളും നമ്മളും തമ്മിലുള്ളത്. And also, I realized one thing. I started politics in 2004. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. ഞാൻ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് 2004-ലാണ്. And I became the MP of Wayanad in 2019. ഞാൻ വയനാടിന്റെ ജനപ്രതിനിധിയായത് 2019-ലാണ്. And for 15 years in my politics, I did not use the word love. ആ 2004 മുതൽ 19 വരെയുള്ള 15 വർഷങ്ങൾ എൻ്റെ രാഷ്ട്രീയത്തിൽ സ്നേഹം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. You have one unofficial member of parliament. നിങ്ങൾക്കൊരു അനൗദ്യോഗിക ജനപ്രതിനിധിയുണ്ട്. And hopefully you will have one official member of parliament. നിങ്ങൾക്ക് അടുത്ത ഒരു ഔദ്യോഗിക പാർലമെന്റ് പ്രതിനിധി ഇവിടെ ഉണ്ടാകും. So you will see both of us raising Wayanad's issues. In parliament, you'll see both of us fighting for your issues in parliament. ഞങ്ങൾ രണ്ടുപേരും വയനാടിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉയർത്തുന്നത് കാണും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോരാടുന്നത് നിങ്ങൾ കാണും. I'd like to once again thank you for the tremendous love and affection that you have always shown me. നിങ്ങൾ എനിക്ക് എല്ലായ്പ്പോഴും തന്നിട്ടുള്ള വളരെ വലിയ അതിരില്ലാത്ത സ്നേഹത്തിന്, ഇഷ്ടത്തിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്. And I told my sister this morning that I want her to take up one challenge. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അനുജത്തിയോട് പറഞ്ഞു, ഒരു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അനുജത്തിയോട് പറഞ്ഞു. In 5 years, 5 കൊല്ലങ്ങൾ കൊണ്ടാണ് ആ വെല്ലുവിളി. that Wayanad's name should be recognizable as a tourist destination not only in India but in the entire world. ആ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? വയനാടിന്റെ പേര് ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയണം എന്ന വെല്ലുവിളി. And I will help her in whatever way to do this. അത് ചെയ്യാൻ ഞാൻ എൻ്റെ അനുജത്തിയെ എനിക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും ഞാൻ സഹായിക്കും. Thank you very much, and I hope all of you will support my sister and make her win with a thumping majority. വളരെയധികം നന്ദി. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെ സഹോദരിയെ പിന്തുണയ്ക്കുമെന്ന്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ എൻ്റെ സഹോദരിയെ വിജയിപ്പിക്കുമെന്ന്. നന്ദി. Rahul Gandhi Zindabad. Priyanka Gandhi Zindabad.
അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. We will give more than 6 lakhs majority for Priyanka Gandhi. No doubt at all.